2004 ഇറങ്ങിയ ചലച്ചിത്രമാണ് ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഈ ചലച്ചിത്രം കണ്ട ലോകർ ഒന്നടങ്കം ചോദിച്ചൊരു ചോദ്യം: എന്തുകൊണ്ടാണ് ഈശോ മരിച്ചത്? എന്തുകൊണ്ടാണ് ഈശോ മരണത്തിന് വിധിക്കപ്പെട്ടത്? അതിനുത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണമേറ്റു. നമുക്ക് വേണ്ടി അവൻ മരിക്കുവാൻ തിരുമനസ്സായി. പ്രിയ സഹോദരരെ, ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ഒരു ദൈവത്തിൻ്റെ കഥയാണ് നമ്മൾ ഓർക്കുന്നത്. വെറുമൊരു സംഭവ കഥയായിട്ട് നമ്മളിത് ഓർത്ത് കടന്നു പോകേണ്ടതല്ല. ഇന്നും ജീവനുള്ള ഒരു കഥയാണ്, ഇന്നും അർത്ഥമുള്ള ഒരു കഥയാണ്, ഇന്നും നമ്മളെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള ഒരു കഥയാണ്. കുരിശിനെ നോക്കുമ്പോൾ അതിൽ വലിയ ഒരു കലാപത്തിൻ്റെ പ്രതീകം ഒളിഞ്ഞു കിടപ്പുണ്ട്. ലോകത്തിൽ തിന്മ വർദ്ധിച്ചപ്പോൾ ദൈവം ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് വലിയൊരു പ്രളയം അയക്കുകയുണ്ടായി. ഈ പ്രളയം ലോകത്തെ മുഴുവൻ ഒന്നടങ്കം നശിപ്പിച്ച് ലോകത്തെ ശുദ്ധിയാക്കി പുതിയ ജീവന് തുടക്കമിടാനായിട്ട് ദൈവം കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു. ആ പ്രളയത്തിൻ്റെ തീവ്രതയെ, അതിൻ്റെ എല്ലാ ക്രൂരതയും തൻ്റെ ശരീരത്തിലേറ്റ പ്രഹരങ്ങളോട് ചേർത്ത് വെച്ച് ഈശോ ലോകത്തെ രക്ഷിക്കുകയായിരുന്നു. ഓർക്കുക പ്രിയ സഹോദരരെ, ലോകം മുഴുവനും നശിപ്പിക്കാൻ കെൽപ്പുള്ള പ്രളയത്തെ ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി കുരിശുമരണത്തോടെ അതിലൂടെ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് അവൻ തയ്യാറായി. ഇതാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്ന ദൈവത്തിൻ്റെ കഥ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ തീവ്രമായ സഹനത്തിലൂടെ ലോകത്തിന് പിതാവായ ദൈവം രക്ഷപ്രദാനം ചെയ്തു. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ചിലപ്പോഴൊക്കെ പിതാവായ ദൈവത്തിൻ്റെ നിലപാട് കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, തൻ്റെ പുത്രനേക്കാൾ അധികം ഈ പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്ന്. തൻ്റെ പുത്രനേക്കാൾ അധികം പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന്. കാരണം അത്രയധികം പ്രഹരങ്ങളേറ്റ ശരീരമായിരുന്നു ഈശോയുടേത്. ആ ഒരു ശരീരത്തിലെ ഓരോ മുറിപ്പാടുകളും മാനവരാശിയെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ളതായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു രക്ഷാകരമായ പ്രവൃത്തിയെ നമ്മൾ എങ്ങനെയാണ് വിലമതിക്കുന്നത്? ഈശോയുടെ രക്ഷാകരമായ പ്രവൃത്തിയെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്? മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഒരിക്കൽ പോലും നിശബ്ദനായിട്ട് ഇതിൽ പങ്കുചേരാനായിട്ട് സാധിക്കുകയില്ല. കാരണം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ചലച്ചിത്രത്തിൻ്റെ ദൃശ്യം എടുത്തതിന് ശേഷം അതിൻ്റെ വോയിസിന് വേണ്ടിയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയ അഭിനേതാക്കൾക്ക് അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യം. കാരണം ആ സംഭവങ്ങളുടെ തീവ്രത അവരുടെ മനസ്സാക്ഷി അത്രയധികം പിടിച്ചു കുലുക്കി. ഇതിൽ പലരും അവിശ്വാസികളായിരുന്നു, നിരീശ്വരവാദികളായിരുന്നു. അവരെ പോലും ഇത് എത്രയധികം പിടിച്ചു കുലുക്കിയെങ്കിൽ ദിനം പ്രതി ബലിയർപ്പിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും കർത്താവിൻ്റെ പീഠാസഹന ചരിത്രങ്ങളെ എല്ലാ വർഷവും വായിച്ചു കേട്ട് ധ്യാനിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയെ എന്തുകൊണ്ട് ഇത് പിടിച്ചു കുലുക്കുന്നില്ല? ഇതൊന്നും നമ്മൾ തീവ്രതയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ സഹോദരരെ. വിശുദ്ധ തോമസ് അക്വിനാസ് അതുകൊണ്ടാണ് പറയുന്നത്, ഈശോയുടെ കുരിശുമരണം നമുക്കെല്ലാവർക്കും പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ദ്രവ്യമായിരുന്നുവെങ്കിലും അവൻ്റെ കുരിശുമരണം നമുക്ക് ഓരോരുത്തർക്കും അനുകരണീയമായ ഒരു മാതൃകയായിരുന്നു എന്ന്. എന്തിൻ്റെ മാതൃകയാണ്? അനുസരണത്തിൻ്റെ മാതൃക. പിതാവായ ദൈവത്തിനോട് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണത്തിനായി തൻ്റെ ജീവൻ കുദാശയായി ബലിയായി നൽകാനായിട്ട് ഈശോ സ്വീകരിച്ച മനോഭാവം, അവൻ്റെ അനുസരണം. ഇത് ഈശോയുടെ ശാന്തതയുടെയും എളിമയുടെയും പ്രതീകമായിരുന്നു. ലോക ജനതയെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ദൈവം മനുഷ്യൻ്റെ വിധിക്ക് സ്വയം എളിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ കൽപ്പിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിന് അന്ത്യം വരുത്തുവാനായിട്ട് ദൈവം തിരുമനസ്സാകുന്നു.
അതെ, കുരിശുമരണം പിലാത്തോസ് ഈശോയ്ക്ക് നൽകുമ്പോൾ ആ വിധിവാചകം ശിരസാ ഏറ്റെടുത്തുകൊണ്ട് കുരിശിനെ പുണർന്ന് കുരിശിൻ്റെ വഴിയെ യാത്ര നടത്തിയ ഈശോ എളിമയുടെ പാഠം പഠിപ്പിക്കുന്നു. വീണ്ടും ഈ ഈശോയുടെ കുരിശുമരണം നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയുടെ ക്ഷമയുടെ പാഠമാണ്. രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് നിശബ്ദനായി അത് അനുവദിക്കുന്നത് പോലെ തൻ്റെ ശരീരത്തിലെ ഓരോ പ്രഹരങ്ങളെയും തനിക്കെതിരെ വന്ന ഓരോ വിധിവാചങ്ങളെയും നിശബ്ദനായി ഏറ്റുവാങ്ങിയ ഈശോ, തനിക്കെതിരെ വന്ന വൈരികളെയൊക്കെ തൻ്റെ വാഗ്വാദത്താൽ നിശബ്ദനാക്കിയ ഈശോ ഇന്ന് സ്വയം നിശബ്ദനായി എല്ലാം ഏറ്റുവാങ്ങുന്നു. ക്ഷമയുടെ പാഠമാണ്. ഇത്രയധികം ക്ഷമിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ പാഠമാണ് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയ ഈശോയും അവൻ്റെ ശരീരത്തിലേറ്റ ഓരോ പ്രഹരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും ഈ കുരിശ് നമ്മളെ വലിയ സ്നേഹത്തിൻ്റെ പാഠമാണ് പഠിപ്പിക്കുന്നത്. മരണത്തോളം കീഴ്വഴങ്ങിയ സ്നേഹത്തിൻ്റെ പാഠം. തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഈശോ തൻ്റെ കുരിശ് മരണത്താൽ നമ്മളോട് പറയുകയാണ്, തൻ്റെ ജീവൻ്റെ ഓരോ അംശവും തൻ്റെ ഓരോ തുള്ളി രക്തവും നമ്മളോടുള്ള സ്നേഹത്താൽ തുടിക്കുന്നുവെന്ന്. പ്രിയ സഹോദരരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ പാഠങ്ങൾ ഏറെ അനുകരണീയമായിരിക്കണം. ഈശോയെപ്പോലെ കുരിശിൻ്റെ വഴിയെ നടന്നു നീങ്ങുവാനും ഈശോയെപ്പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വലിയ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനും തികഞ്ഞ ആത്മാർത്ഥതയോടെ വിശ്വാസികളായിട്ട് ജീവിക്കുവാനും ഈശോ തൻ്റെ കുരിശിലൂടെ നേടിത്തന്ന രക്ഷയെ നമ്മുടെ ജീവിതത്താൽ സ്വായത്തമാക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഈശോയുടെ കുരിശിൻ പാദത്തിൽ സമർപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ രക്ഷാദായകമായ ഒരു ദിനം ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കൃപയും രക്ഷയും നിങ്ങളേവരെയും നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന്.